ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ശാസ്താംകോട്ടൂർ ഭഗവതി ക്ഷേത്രത്തിൽ ഇന്നലെ താലപ്പൊലിയോട് അനുബന്ധിച്ചുള്ള കളമ്പാട്ട് തൊഴാൻ വേണ്ടി പോയതായിരുന്നു കേട്ടോ. ഞാനും മക്കളും അമ്മയും കൂടിയാണ് പോയിട്ടുണ്ടായിരുന്നത്. നമ്മളവിടെ ഏകദേശം 8 മണിയൊക്കെ ആയപ്പോഴത്തേന് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കളത്തിൻ്റെ പൂജയും കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് ലേറ്റ് ആയിപ്പോയി എത്തിയപ്പോഴത്തേനും. അപ്പോൾ നമുക്ക് ഭഗവതിക്ക് പ്രധാന വഴിപാടാണ് കേട്ടോ കളമ്പാട്ട്. ശാസ്താവിൻ്റെ പേരിലുള്ള ഈ ഒരു ക്ഷേത്രം ഒരു സ്ഥിരമായിട്ട് ഒരു ഭക്തൻ തിരുമാതാകുന്നിലമ്മയെ തൊഴാൻ പോകാറുണ്ടായിരുന്നു. പ്രായാധികയായപ്പോൾ ആ ആളുടെ നീണ്ട കാലുള്ള കുടയിൽ ഭഗവതി കൂടെ പോന്നു എന്നാണ് ഐതിഹ്യം. അപ്പോൾ ശാസ്താവ് ഇരിക്കുന്നിടത്തുനിന്ന് ശാസ്താവിനടുത്ത് അപ്പുറത്തേക്ക് വെച്ചിട്ട് ഭഗവതി അവിടെ ഇരുന്നു എന്നാണ് കേട്ടോ. അതാണ് ശാസ്താവങ്കോട്ടൂർ പിന്നെ ലോപിച്ചിട്ടാണ് നമ്മുടെ ചാത്തങ്കോട്ടൂർ എന്നായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നാളെയാണ് നമ്മുടെ പ്രശസ്തമായ മേടമാസത്തിലെ അവസാനത്തെ ചൊവ്വാഴ്ചയാണ് താലപ്പൊലി വരുന്നത്. അപ്പോൾ രാവിലെ ഒരു 11 മണിയാകുമ്പോഴത്തേനും കുട കെട്ടി അവരെ വീട്ടിൽ നിന്ന് കുട കെട്ടുന്ന അവരെ വീട്ടിൽ നിന്ന് ഉറഞ്ഞിട്ടാണ് നമ്മളെ ഭഗവതി ക്ഷേത്രത്തേക്ക് വരിക. കളമാക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട എടുത്തിട്ട് കുളിച്ച് ഇറണത്തോടെ വന്ന് ഇവിടെ നിൽക്കും. ഇനിയിപ്പോൾ കുട ഇറയുന്നതും കാര്യങ്ങളൊക്കെ കാണാൻ നിങ്ങൾക്ക്. അപ്പം നമുക്കിതൊന്ന് കണ്ടു വെക്കാം. കുട ഇങ്ങനെ ഉറഞ്ഞു കഴിഞ്ഞാൽ എത്ര പ്രദക്ഷിണമാണോ തോന്നുന്നത് അത്രയാണ് കേട്ടോ വയ്ക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ കുടേനെ നമ്പീശൻ ഏറ്റിയിട്ടാണ് നടക്കുക. അതുവരെ കുട നിലത്ത് ഇങ്ങനെ ഉറഞ്ഞു തുള്ളി പോവുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മുടെ താലപ്പൊലി ദിവസവും പിന്നെ ഈ ഒരു പാട്ടിനുമാണ് ഭഗവതി കുടയിൽ ഉറഞ്ഞു തുള്ളുന്ന ഒരു ഇത്. അത് ഈ കേരളത്തിൽ ഈ ഒരു ക്ഷേത്രത്തിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഒരു പ്രത്യേകത കേട്ടോ. അതാണ് മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും ഈ ക്ഷേത്രത്തെ വ്യത്യസ്തമാക്കുന്നൊരു പ്രത്യേകത. അപ്പോൾ നമ്മുടെ കിഴക്കൻ ഏറനാട്ടിലെ ഉത്സവങ്ങളുടെ ഒരു പരിസമാപ്തി എന്ന് പറയുന്നത് ഈ ചാത്തങ്കോട്ടൂർ താല്പര്യമാണെന്നാണ് പറയുക. ഇപ്പോൾ 4 ദിവസമായിട്ട് സ്റ്റേജ് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. പൂതും കാളയും പിന്നെ നായടിപ്പൂതം അങ്ങനെ എല്ലാം ഉണ്ടാവും കേട്ടോ. അപ്പോൾ നാളെ രാവിലെ ഒരു 11 മണിയാകുമ്പോഴത്തേനും കുട അവിടുന്ന് കെട്ടി വരും. പിന്നെ പൂതംകളിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കാളക്കണ്ട ഉണ്ട് അവിടെയൊക്കെ. നല്ല രസമാണ് കാണാൻ. അപ്പോൾ വരാൻ ഉദ്ദേശിക്കുന്നവരൊക്കെ നാളെ ഒരു 11 മണിയാകുമ്പോഴത്തേനും വന്നു കഴിഞ്ഞാൽ നമുക്കെല്ലാം കാണാം കേട്ടോ. അപ്പോൾ പിന്നെ അവസാനം ഈ കുട ഉറഞ്ഞു കഴിഞ്ഞാൽ ഭഗവതിയുടെ കൂടെ വീരഭദ്രൻ വന്നു എന്നാണ് സങ്കല്പം. അപ്പോൾ ഭഗവതിയുടെ അംഗരക്ഷകനായിട്ടാണെന്നുള്ള വിശ്വാസമുണ്ട്. അപ്പോൾ ഭഗവതി കുടയിൽ എഴുതുന്ന സമയത്ത് കുടയുടെ ആധിപത്യം ഭഗവതി അമ്മയ്ക്ക് തന്നെയാണ്, എങ്കിലും കുട നിയന്ത്രിക്കുന്നത് വീരഭദ്രനാണെന്നാണ് വിശ്വാസം. അതുകൊണ്ടാണ് ഏറ്റവും അവസാനം വീരഭദ്രൻ്റെ അടുത്താണ് കുട നിൽക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറുപ്പ് മേൽശാന്തിയോടും നമ്മൾ ആരാ പാട്ട് കഴിക്കണമെന്ന് വെച്ചാൽ അവരോടൊക്കെ ഒന്ന് കൽപ്പിച്ചതിന് ശേഷം പിന്നെ പരിസമാപ്തിയാവുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ താലപ്പൊലിയുടെയും കളമ്പാട്ടിൻ്റെയൊക്കെ ഒരു കാര്യങ്ങളൊക്കെ. അതിനുശേഷം ഞങ്ങൾ സ്റ്റേജ് പ്രോഗ്രാം നടക്കുന്നുണ്ട്. ഞങ്ങൾ വാമിക്കുട്ടിയുടെ ഡാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഡാൻസ് കാണാൻ നിന്നില്ല, കാരണം ഓട്ടോ വിളിച്ചിട്ടാണ് പോയത്. ഓട്ടോ ചേട്ടന് പോവാൻ തിരക്കുള്ള കാരണം നമ്മൾ പോന്നു. അമ്മ അവിടെ നിന്നു. അപ്പോൾ അത്യാവശ്യം നല്ല നിറഞ്ഞ സദസ്സ് തന്നെയായിരുന്നു കേട്ടോ. 4 ദിവസമായിട്ടുണ്ട് പ്രോഗ്രാമൊക്കെ തുടങ്ങിയിട്ട്. കഴിഞ്ഞ വർഷമൊക്കെ ചിച്ചു പാട്ടൊക്കെ പാടിയെന്ന്, പക്ഷേ ഇപ്രാവശ്യം നമ്മളൊന്നും കൊടുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് മെഗാ തിരുവാതിരയൊക്കെ ഉണ്ട് നമ്മുടെ താല്പര്യപ്പറമ്പിൽ. അപ്പോൾ ഇന്ന് തന്നെ താല്പര്യപ്പറമ്പ് നല്ല സജീവമായിട്ട് ഞങ്ങൾ പോരുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അപ്പോൾ മക്കളുടെ ഡാൻസ് കാര്യങ്ങളൊക്കെ കാണാൻ അമ്മയെ അവിടെ മേമയുടെ കൂടെ നിർത്തിയിട്ട് ഞങ്ങൾ പിന്നെ അത് തിരിച്ചു പോരുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും മറക്കണ്ട കേട്ടോ. നാളെ മെയ് 12 നമ്മുടെ താലപ്പൊലിയാണ്. അപ്പോൾ എല്ലാവരും താല്പര്യക്ക് വരിക. നമുക്ക് താല്പര്യപ്പറമ്പ് എല്ലാവരും കാണാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ.